ഹിസ്ബുള്ളയുടെ ഏറ്റവും അപകടകാരിയായ കൂട്ടക്കൊലയാളിയാണ് കഴിഞ്ഞ ദിവസം IDF ബെയ്റൂട്ടിൽ തീർത്തത്. ഹിസ്ബുള്ളയുടെ നയീം ഖസീം കഴിഞ്ഞാൽ രണ്ടാമൻ. 12ാമത്തെ വയസ്സിൽ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയിൽ ചേർന്നതാണ് ഹൈതം അലി തബാതബായി. പിന്നീട് പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ തലവനായി. 2015 സിറിയയിൽ വെച്ച് മൊസാദ് ഹൈതം അലിയെ വധിക്കാൻ ശ്രമിച്ചതാണ്. എന്നാൽ തലനാരിഴയ്ക്ക് അന്ന് ഹൈതം അലി രക്ഷപ്പെട്ടു. 2016 അമേരിക്ക ഹൈതം അലിയുടെ തലയ്ക്ക് വിലയിട്ടത് $5 മില്യൺ. അതിനുശേഷം പല ഇടങ്ങളിലായി ഒളിവിൽ താമസിക്കുകയാണ്. ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ ഫോഴ്സിന്റെ തലവനായിരുന്നു. ഇസ്രായേലിനുള്ളിൽ അതിർത്തി കടന്ന് നടത്തുന്ന ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളുടെ പ്രത്യേക സൂത്രധാരൻ. അതിന്റെ ചുക്കാൻ പിടിച്ചത് ഹൈതം അലി തബാതബായി ആയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇറാനും ഹിസ്ബുള്ളയും തമ്മിലുള്ള ബന്ധത്തിന്റെ പാലം എന്നുള്ളത് ഹൈതം അലിയായിരുന്നു. ഹൈതം അലിയുടെ പിതാവ് ഒരു ഇറാനിയൻ പൗരനായിരുന്നു. അതിലൂടെ തന്നെ ഇറാൻ ഭരണകൂടവുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായ വ്യക്തിയായിരുന്നു ഹൈതം അലി. ഒരു തരത്തിൽ പറഞ്ഞാൽ ഹിസ്ബുള്ളയുടെ സ്ഥാപകനായ ഹസൻ നസറുള്ളയേക്കാൾ ഇറാൻ ഭരണകൂടത്തിന് താല്പര്യമുള്ള ഹിസ്ബുള്ള നേതാവായിരുന്നു ഹൈതം അലി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായി അടുത്ത ബന്ധം. അതിലൂടെ ഇറാന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ഗസ്റ്റ് കൂടിയായി ഹൈതം അലി. ഇപ്പോൾ ഹിസ്ബുള്ളയുടെ പുനരുദ്ധാരണത്തിന് ഏറ്റവും അധികം ശ്രമിക്കുന്ന ഇറാന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കൂടിയായി ഹൈതം അലി. അതുകൊണ്ട് തന്നെയാണ് ഹൈതം അലിയെ ലക്ഷ്യം വെച്ച് ഇസ്രായേൽ സൈന്യം കുറച്ച് ദിവസങ്ങളായി ആക്രമണത്തിന് ശ്രമിക്കുന്നത്. ഹൈതം അലി ഇല്ലാതായാൽ ഹിസ്ബുള്ളയുടെ പുനരുജ്ജീവനം വർഷങ്ങൾക്ക് പിന്നിലേക്ക് അടിക്കാൻ കഴിയുമെന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം. ഹൈതം അലിയെ പോലെ ഒരു കമാൻഡർ അത് ഇനി ഹിസ്ബുള്ളയ്ക്ക് ഉടനെന്ന് തന്നെ ലഭിക്കില്ല. അതുമാത്രവുമല്ല, ഹിസ്ബുള്ളയെ ഇറാനുമായി കൂട്ടിമുട്ടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായ ഹൈതം അലി തബാതബായിയെ ഇല്ലാതാക്കിയാൽ ആ കണ്ണി എന്നേക്കുമായി അറ്റുപോകും. പിന്നീട് അത് വിളക്കി ചേർക്കാൻ വലിയ താമസമെടുക്കുമെന്ന് ഇസ്രായേലിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ബെയ്റൂട്ടിലെ ആ 9 നില അപ്പാർട്ട്മെന്റിലെ 4ാമത്തെ നിലയിലുള്ള മുറിയിലുണ്ടായിരുന്ന തബാതബായിയെ ലക്ഷ്യമിട്ട് 3 റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ തൊടുത്തുവിട്ടത്. ആ മുറിയിലുണ്ടായിരുന്ന 5 പേരും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നവരാണ്. ആ 5 പേരും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ആ ആക്രമണത്തിന്റെ ത്രില്ലിംഗ് വീഡിയോസ് അതിപ്പോൾ IDF തങ്ങളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവർ സോഷ്യൽ മീഡിയ പേജിലും പ്രസിദ്ധീകരിച്ചു. ആ ആക്രമണം അത് ഏറ്റവും പ്രിസൈസ് ആയിട്ടുള്ള ആക്രമണമാണ്, ഏറ്റവും കൃത്യതയുള്ള ആക്രമണം. ആ ആക്രമണത്തിൽ അപ്പാർട്ട്മെന്റ് 2 നിലകൾ 3ഉം 4 നിലകൾ പൂർണ്ണമായും തകർന്നു. സമീപ പ്രദേശങ്ങളിലുള്ള 28ഓളം സമീപത്തുണ്ടായിരുന്ന 28ഓളം ലബനീസ് പൗരന്മാർക്ക് പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആരുടെയും പരിക്ക് സാരമല്ല എന്നുള്ള വിവരങ്ങളും ലബനീസ് മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു. എത്ര കൃത്യമാണ് എത്ര കൃത്യമാണ് ഇസ്രായേലി സേനയുടെ ആക്രമണം! ഇസ്രായേലിന്റെ സൈനിക കരുത്ത് എത്ര വലുതാണ് എന്ന് നമ്മൾ ഓരോ നിമിഷവും വിസ്മയിക്കുന്ന ഏറ്റവും പുതിയ ഒരു സംഭവ വികാസമായി മാറുകയാണ് ഈ തബാതബായിയുടെ കൊലപാതകം. കഴിഞ്ഞ 10 വർഷത്തോളമായി ഇസ്രായേലി സേന കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അമേരിക്ക $5 മില്യൺ തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരൻ, ഇസ്ലാമിക ലോകത്തെ കൊടും ഭീകരന്മാരിൽ തലതൊട്ടപ്പൻ. അതായിരുന്നു എലൈറ്റ് റദ്വാൻ ഗ്രൂപ്പിന്റെ തലവനായ ഹൈതം അലി തബാതബായി. ആ തബാതബായിയെ ഒരിക്കൽ കൂടി തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന. ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേലിന്റെ മറ്റൊരു മിന്നുന്ന വിജയം. ഹിസ്ബുള്ള ലെബനന്റെ പല ഭാഗങ്ങളിലായി വീണ്ടും പുനരുജ്ജീവനത്തിന്റെ ശ്രമത്തിലാണ്. ഇത് മുൻകൂട്ടി മനസ്സിലാക്കിയാണ് തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആക്രമണം കൂടുതൽ ശക്തമാക്കുന്നത്. ഹിസ്ബുള്ള തല പൊക്കാൻ പാടില്ല, ഹിസ്ബുള്ളയെ തലക്കടിച്ച് വീഴ്ത്തണം. ഇതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തെക്കൻ ലെബനന്റെ ഒരു പ്രാന്തപ്രദേശത്ത് സിദോൺ തീര പട്ടണത്തിന്റെ സമീപം പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന്റെ സമീപം ഉണ്ടായിരുന്ന ഹമാസിന്റെ ഒരു ഭീകര ക്യാമ്പ്
പാലസ്തീൻ അഭയാർത്ഥി ക്യാമ്പിന്റെ മറവിലായിരുന്നു ഹമാസിന്റെ ആ ഭീകര പരിശീലന കേന്ദ്രവും ആയുധ കേന്ദ്രവും സ്ഥിതി ചെയ്യുന്നത്. അതിന് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായിരുന്നു. ഇസ്രായേൽ കുറെ കാലത്തിന് ശേഷം നടത്തുന്ന ആദ്യത്തെ വ്യോമാക്രമണമായിരുന്നു അത്. സിദോൻ നദിക്കരയിലുള്ള ആ അഭയാർത്ഥി ക്യാമ്പിന്റെ സമീപമുള്ള ഭീകര ക്യാമ്പ് ഇസ്രായേലി സേന ആക്രമണത്തിൽ തകർത്തു. നിരവധി ഹമാസ് ഭീകരന്മാർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. വൻതോതിൽ ആയുധങ്ങൾ ഈ അഭയാർത്ഥി ക്യാമ്പിന് സമീപമുള്ള ഹമാസിന്റെ കേന്ദ്രത്തിൽ, ഹമാസിന്റെ ഒളിയിടത്തിൽ ഹമാസ് ശേഖരിച്ചിരുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ ആയുധങ്ങളെ ഒന്നാകെ ഇസ്രായേൽ സേന തകർത്തു തരിപ്പണമാക്കി എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2024 ഇസ്രായേലും ഹിസ്ബുള്ളയ്ക്കും ഇടയിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതാണ്. അതിന് പിന്നാലെ പല തവണയായി 100-ലധികം തവണ ഇസ്രായേൽ ഹിസ്ബുള്ളയെ ആക്രമിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ വെടിനിർത്തലിന്റെ ലംഘനമാണ് എന്നാണ് ഹിസ്ബുള്ള അവകാശപ്പെടുന്നത്. എന്നാൽ ഇതൊന്നും വെടിനിർത്തലിന്റെ ലംഘനമല്ലെന്നും ഹിസ്ബുള്ളയുടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെടുമ്പോൾ അതിനെ നശീകരിക്കാൻ നടത്തുന്ന ആക്രമണമാണിതെന്നുമാണ് ഹിസ്ബുള്ള പിന്നീട് പ്രതികരിച്ചത്. എന്തായാലും 2024 വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഈ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം ബെയ്റൂട്ടിലേക്ക് നടത്തിയത്. ബെയ്റൂട്ടിന് സമീപമുള്ള അപ്പാർട്ട്മെന്റിന്റെ 9 നിലയുള്ള അപ്പാർട്ട്മെന്റിന്റെ 4-ാം നിലയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന, അല്ലെങ്കിൽ അവിടെ സധൈര്യം ജീവിക്കുകയായിരുന്ന ഹൈതം അലി തബാതബായിക്ക് നേരെ ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ ഹിസ്ബുള്ളയുടെ നയീം ഖസീം കഴിഞ്ഞാൽ ഹിസ്ബുള്ളയുടെ രണ്ടാമനെ കൂടി ഇസ്രായേലി സേന തീർത്തിരിക്കുന്നു. ഇസ്ലാമിക രാജ്യങ്ങൾക്ക്, ഇസ്ലാമിക ഭീകരതയ്ക്ക് വലിയ തിരിച്ചടി. ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഇറാൻ ഭരണകൂടം. കാരണം ഇറാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹിസ്ബുള്ള നേതാവ് കൂടിയായിരുന്നു ഹൈതം അലി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം ഇതുവരെ ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേലിന് നേരെ നിരന്തരമായ റോക്കറ്റ് ആക്രമണവും അതുപോലെ തന്നെ മിസൈൽ ആക്രമണവും തുടർന്ന ഹിസ്ബുള്ളയ്ക്ക് നേരെ കേവലം 55 ദിവസം മാത്രമാണ് ഇസ്രായേൽ യുദ്ധം നടത്തിയത്. ആ 55 ദിവസം കൊണ്ട് ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയെ നട്ടല്ലൊടിച്ച് ആ സംഘടനയെ ചുരുട്ടിക്കെട്ടി ഭൂമിയിൽ താഴ്ത്തുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നു. 55 ദിവസം കൊണ്ട് ഹസൻ നസറുള്ള അടക്കം ഹിസ്ബുള്ളയുടെ 1-ാം നിരയിലെയും 2-ാം നിരയിലെയും 3-ാം നിരയിലെയും നേതാക്കളെ ഒക്കെ തന്നെ വധിച്ചു ഇസ്രായേലി സേന എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിന് പിന്നാലെയാണ് ഇസ്രായേലിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വെടിനിർത്തലിന് വേണ്ടി ഹിസ്ബുള്ള താണുക്കേണ് അപേക്ഷിച്ചത്. ഇപ്പോഴിതാ ഹിസ്ബുള്ളയുടെ 2-ാം വരവിനെ പകുതി വഴിയിൽ വെച്ച് തന്നെ തീർത്തിരിക്കുന്നു ഇസ്രായേലി സേന. അവരുടെ തലതൊട്ടപ്പനായ ചീഫ് ഓഫ് സ്റ്റാഫ് ഹൈതം അലി തബാതബായിയെ കഴിഞ്ഞ ദിവസം തീർത്തിരിക്കുന്നു. ഇസ്ലാമിക ഭീകരതയ്ക്ക് മറ്റൊരു തിരിച്ചടി നൽകിയിരിക്കുന്നു ഇസ്രായേലി സേന.